വിശാലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ജൂലൈ 28 സഭയില് കേരളത്തിൽ നിന്നുള്ള അല്ലെ ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയായിട്ടുള്ള വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇത് നമ്മൾ വായിച്ചയായിട്ട് സുവിശേഷ ഭാഗത്തില് 2 പുത്രന്മാരുടെ ഉപമയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ അടുത്ത് വന്നിട്ട് പിതാവ് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്ന് പറയുന്നു. അവൻ പറയുന്നു, ഞാൻ ഇപ്പൊ തന്നെ പോകാം, പക്ഷെ പോകുന്നില്ല. രണ്ടാമത്തെ അടുത്ത് എന്ന് പറയുന്നു, നീ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകുക എന്ന് പറയുന്നു. എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി എന്ന് പറയുന്നു. എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, ഈ 2 പുത്രന്മാരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നീ എന്ത് മറുപടി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ആ പിതാവിനോട് മറുപടി പറയുന്നു, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. മറിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, എൻ്റെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ അൽഫോൻസമ്മയൊക്കെ വിശുദ്ധയായതിന് പിന്നില് ദൈവഹിതം പൂർത്തിയാക്കിയ ഒരു മനസ്സുണ്ട് അല്ലെ. ദൈവത്തിന്റെ ഹിതം എന്തായിരുന്നു? അത് ഭംഗിയായിട്ട് നിറവേറ്റുക, അത് മുഴുവനുമായിട്ട് നിറവേറ്റുക എന്നുള്ളൊരു കുഞ്ഞൊരു വാശി അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൽഫോൻസമ്മയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറ്റി ജീവിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.